എന്റെ ചോദ്യം അക്ബർ സാറോടാണ്. കാരണം ദൈവം അത്ര നീതിമാൻ ആണെങ്കിൽ നമ്മൾ ഈ കണ്ണ് കാണാത്തവരും കാല് ഇല്ലാത്തവരൊക്കെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, ഈ മാറാടും ഗുജറാത്തൊക്കെ പഠിച്ചവനെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ കരഞ്ഞിട്ട് ഒരു കൂട്ടക്കൊലക്ക് വരെ സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവം നമുക്ക് ആവശ്യമുണ്ടോ എന്നതാണ്. നല്ലൊരു ചോദ്യമാണത്. ദൈവം അത്ര നീതിമാനാണെങ്കിൽ കണ്ണ് കാണാത്തവനും പിന്നെ അതേപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചത് പിന്നെ എന്തിനാണ്? ഇനി ദൈവം നീതിമാനല്ല, ദൈവം ഇല്ലാന്ന് വിചാരിക്കുക എങ്കിൽ ഈ കണ്ണ് കാണാത്തവരും മറ്റേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇവിടെ ഉണ്ടായല്ലോ, അതിനെന്ത് നീതിബോധമുള്ളത്? ഇവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള, ഞാൻ പറഞ്ഞല്ലോ കൈയടിച്ചാണ്ട് പിന്നെ നമ്മൾ ഈ ഗൗരവതരമായ ചർച്ചയെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുവരും. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മനുഷ്യന്റെ ലോകത്ത് ഇതേ രൂപത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വൈകല്യങ്ങൾക്ക് പോലും കാരണം പലപ്പോഴും മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഏതോ തലമുറയിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് പല വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ജനിതക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, മ്യൂട്ടേഷന് കാരണം മനുഷ്യന്റേതല്ലാത്തതുണ്ടാകാം, പ്രകൃതിപരമായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ പൊതുവെ ഉള്ള മനുഷ്യലോകത്തുള്ള പ്രശ്നങ്ങൾ, അംഗവൈകല്യത്തെ പോലുള്ള പ്രശ്നങ്ങൾ, അത് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതാണ്. ആ മ്യൂട്ടേഷൻ ആകട്ടെ മനുഷ്യരുടെ കൈകടത്തൽ, പ്രകൃതിയിലെ ക്രൂരമായ കൈകടത്തലുകൾ വഴിയാണ്. ഉദാഹരണത്തിന് ഹിരോഷിമ നാഗസാക്കികളിൽ നമുക്കറിയാം, ബോംബിട്ടു. അതിന്റെ ഫലമായി ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം. ഇവിടെ ഏതോ ഒരു തലമുറയിൽ ജീവിച്ച ഒരാൾ ചെയ്ത ഒരു ദുഷ്കർമ്മത്തിന്റെ ഫലം ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നു. ആർക്കും അറിയില്ല എന്തുകൊണ്ട് എന്ന്. അപ്പൊ ആ പ്രയാസം ഇവിടെ അനുഭവിക്കുന്നതിന്, ആ പ്രയാസം അനുഭവിക്കുന്നതിന് ബാക്കിയുള്ളവരെ പോലെ ആകാൻ കഴിയാത്തതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത് ചെയ്ത വ്യക്തിക്ക് അയാൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദുഷ്കർമ്മമാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലമുറകൾ ആരൊക്കെ പ്രയാസങ്ങൾ സഹിച്ചോ ആ പ്രയാസങ്ങൾക്ക് മുഴുവനും കൃത്യമായ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ വിഷയം നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല. കേവലം ഭൗതിക ജീവിതം മാത്രമാണെന്ന് വിചാരിക്കുക. എങ്കിലോ ഈ പ്രകൃതി ആണെങ്കിലോ, ഈ പ്രകൃതി വികൃതി ആയി കാണിച്ചു, ഞാൻ എന്തിന് പ്രയാസപ്പെടണം? എന്തുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്തുകൂടാ? ഒരു കുട്ടിക്ക് വിചാരിക്കാം, എല്ലാവരും കാണുന്നു, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും നടക്കുന്നു, എനിക്കിങ്ങനെ പ്രയാസം, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൂടാ? ഇവിടെ മതത്തിന്റെ ഉത്തരമുണ്ട്, പാടില്ല. നിനക്ക് ഈ രൂപത്തിൽ നൽകിയിട്ടുള്ള ജീവിതം ആ രൂപത്തിൽ ആസ്വദിക്കുവാനുള്ളതാണ്. അങ്ങനെ നീ ചെയ്യിക്കുന്ന പ്രയാസത്തിനും പ്രതിഫലം, നിന്റെ ജീവിതത്തിനും പ്രതിഫലം. അവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം വരുന്നത്. പിന്നെ ഈ നേരത്തെ കലാനാഥ മാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവം വിളിച്ചിട്ട് കേൾക്കണില്ല. അങ്ങനത്തെ ഒരു ദൈവം എന്തിന്? ഇവിടെ ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ അടുത്ത്. പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും എല്ലാ തലത്തിലും ഉത്തരം നൽകുക ദൈവം എന്നല്ല ഇനി ആര് വിചാരിച്ചാലും സാധ്യമല്ല ഈ ഭൂമിയിൽ. കാരണം ഞാനിപ്പോ പ്രാർത്ഥിക്കും, ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് മഴ പെയ്യരുത്, കർഷകൻ പ്രാർത്ഥിക്കും മഴ പെയ്യണേ, ദൈവം കുടുങ്ങും. അല്ല, ഞാൻ പറയുന്നത് മഴ പെയ്യണമെന്നും പെയ്യരുത് എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവനെല്ലാം എല്ലായ്പ്പോഴും ആ പ്രാർത്ഥനക്കനുസരിച്ചുള്ള ഉത്തരം നൽകുന്നവനല്ല ദൈവം. മറിച്ചെന്താണ്, ആ പ്രാർത്ഥനകൾ എന്തടങ്ങിയാലും ആത്യന്തികമായി മനുഷ്യർക്ക് നന്മ എന്താണെന്ന് കൃത്യമായി അറിയുന്നവനാണ് ദൈവം തമ്പുരാൻ. ആത്യന്തികമായി മനുഷ്യർക്ക് നന്മ എന്താണോ അതാണ് പടച്ച തമ്പുരാനിൽ നിന്നുണ്ടാകുന്നത്. ആത്യന്തികമായി എന്താണ് നന്മ? ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായി ആ നന്മ, സമൂഹത്തിന് ഒന്നിച്ചുള്ള നന്മ, അല്ലെങ്കിൽ ആത്യന്തികമായ നന്മ വ്യക്തിപരമായി എനിക്ക് പ്രയാസമായി ഭവിച്ചേക്കാം, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പ്രയാസമായി ഭവിച്ചേക്കാം. അത് നമുക്കറിയില്ല, പലതും നമുക്കറിയാത്തതുള്ളതുപോലെ തന്നെ. അപ്പോ ആത്യന്തികമായി നന്മയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് മാറാടായിരുന്നാലും എവിടെയായിരുന്നാലും അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വാദിക്കാം. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ബാക്കിയുള്ള ജീവികളെ പോലെ അയാൾ തരക്കെടിലായിരുന്നു, എന്നൊരു പ്രശ്നമല്ല. എന്നെ എന്തുകൊണ്ട് കുരങ്ങാക്കി കൂടായിരുന്നോ, എന്നെ എന്തുകൊണ്ട് പട്ടിയാക്കി കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണത്. അവിടെ എന്താ, നമുക്ക് സ്വാതന്ത്ര്യം തന്നു, സ്വതന്ത്രമായ അസ്തിത്വം തന്നു. ആ അസ്തിത്വത്തിന്റെ പൂർണ്ണത എപ്പോഴാണ്? ആ സ്വാതന്ത്ര്യം സൃഷ്ടിപരമായി വിനിയോഗിക്കുമ്പോഴാണ്, നശീകരണോത്മകമായി വിനിയോഗിക്കാതിരിക്കുമ്പോഴാണ്. അതാണ് മതത്തിന്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം എന്ന് മനസ്സിലാക്കുക.